കർത്താവിൽ പ്രിയരെ, ഇന്ന് വലിയ നോമ്പിൽ 11-ാം ദിനം. ചിരിമരുന്ന് എന്നതാണ് ഇന്നത്തെ ധ്യാനം. എല്ലാം നേരെയാക്കുന്ന വളവിൻ്റെ പേരാണ് പുഞ്ചിരി. സ്മൈൽ ഈസ് ദ കർവ് ദാറ്റ് മേക്സ് എവറിഥിങ് സ്ട്രെയിറ്റ്. നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്ന് ചിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ തന്നെ ഡോപ്പാമിൻ, എൻഡോർഫിൻ, സെറട്ടോണിൻ മുതലായ ഹോർമോണുകൾ ഉണ്ടാകുന്നു. ആളുകൾ രാസലഹരി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഉന്മാദ അവസ്ഥയ്ക്ക് കാരണം ഡോപ്പാമിനാണ്. സെറട്ടോണിൻ ഉപയോഗിച്ചാണ് ആൻറ്റി ഡിപ്രസൻ മരുന്നുകൾ ഉണ്ടാക്കുക. എൻഡോർഫിനാണ് നാച്ചുറൽ പെയിൻ കില്ലർ. ഒരു രാസപദാർത്ഥം ആരും പുറത്തുനിന്നും കൊണ്ടുവരേണ്ട. ഒരു പുഞ്ചിരിയിലൂടെ മാന്ത്രികമായ മാറ്റം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുവാൻ നമുക്ക് സാധിക്കും. പുഞ്ചിരിയെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ നടത്തപ്പെട്ടിട്ടുണ്ട്. സദാ പുഞ്ചിരിക്കുന്നവരിൽ രോഗപ്രതിരോധ ശക്തി 10 ഇരട്ടിയാകുമെന്നാണ് പഠനം. രക്തയോട്ടവും രക്തസമ്മർദ്ദവും നന്നായിട്ട് ക്രമപ്പെടുത്തപ്പെടുന്നു. അതുപോലെ വേദന സംഹാരിയാണ് ചിരി. കാരണം ശരീരത്തിലെ നാച്ചുറൽ പെയിൻ കില്ലറായ എൻഡോർഫിൻ ഉണ്ടാക്കാൻ ചിരിക്ക് വലിയ കഴിവുണ്ട്. സാൻ ഫ്രാൻസിസ്കോയിൽ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് എന്ന പേരിൽ ഒരു പാലമുണ്ട്. പണി കഴിപ്പിച്ച നാൾ മുതൽ ആ പാലത്തിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തവരുടെ എണ്ണം 2000 കഴിഞ്ഞു. എന്തുകൊണ്ട് ഈ പാലത്തിൽ നിന്നും ധാരാളം ആളുകൾ പുഴയിലേക്ക് എടുത്തു ചാടി ആത്മഹത്യ ചെയ്യുന്നു എന്നതിൻ്റെ ഉത്തരങ്ങൾ ഒന്നും ആർക്കും കിട്ടിയിട്ടില്ല. ഒരു മനുഷ്യൻ ഹോട്ടൽ മുറിയിൽ നിന്നും ഈ ഗോൾഡൻ ബ്രിഡ്ജിലേക്ക് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നടന്നു. മരണത്തിൻ്റെ യാത്ര തുടങ്ങും മുമ്പ് ഡയറിയിൽ അയാൾ ഇപ്രകാരം എഴുതി വെച്ചു: ഞാൻ പാലത്തിലേക്ക് നടന്നു പോകുമ്പോൾ ഒരൊറ്റ ആളെങ്കിലും എന്നെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചാൽ ഞാൻ ആത്മഹത്യ ചെയ്യില്ല. പക്ഷേ ഈ മനുഷ്യൻ പിന്നീട് ഒരിക്കലും ഹോട്ടൽ മുറിയിലേക്ക് മടങ്ങി വന്നില്ല. അതിനർത്ഥം വഴിയോരത്ത് പുഞ്ചിരിക്കുന്ന ഒരാളെയും കാണാതെ അയാൾ ആത്മഹത്യ ചെയ്തു എന്ന് തന്നെയാണ്. വഴിയിൽ പുഞ്ചിരിവട്ടം കാണാതെ മരണത്തിൻ്റെ ഇരുട്ടിലേക്ക് അയാൾ നടന്നു നീങ്ങി. ശരിയാണ്, ഒരു പുഞ്ചിരിക്ക് ജീവന്റെ വിലയുണ്ട്. അഴുക്കുവഴിയിൽ മരണം കാത്തുകിടന്ന വൃദ്ധയെ നോക്കി മദർ തെരേസ ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോൾ അവർക്ക് ജീവിതത്തിലേക്ക് തിരികെ വരാനുള്ള പാസ്പോർട്ട് കിട്ടിയെന്ന് മദറിന്റെ ജീവചരിത്രകാരൻ നവീൻ ചൗള എഴുതുന്നുണ്ട്. പുഞ്ചിരി പോലെ സുന്ദരമായ മേക്കപ്പ് വേറെയുണ്ടോ? മോസ്റ്റ് ഇൻഎക്സ്പെൻസീവ് മേക്കപ്പാണ് പുഞ്ചിരി. ഫിലാഡൽഫിയയിലെ ധനികയായ ഒരു സ്ത്രീ തൻ്റെ സ്വത്ത് മുഴുവൻ ഒരു പോസ്റ്റ്മാന് എഴുതി വെച്ചു. കാരണം ഏകയായി കഴിയുന്ന തൻ്റെ വീടിൻ്റെ അടഞ്ഞ വാതിലിലേക്ക് വല്ലപ്പോഴും തള്ളിത്തുറന്നെത്തുന്ന അയാളുടെ പുഞ്ചിരി അവരെ ഒരുപാട് ആശ്വസിപ്പിച്ചിരുന്നു. ഉറഞ്ഞുപോയ പുഞ്ചിരി വീണ്ടെടുക്കാൻ ഈ നോമ്പുകാലത്ത് നമുക്ക് ഇടയാകട്ടെ. ഒരുപക്ഷെ നമുക്കെതിരെ നടന്നു വരുന്നൊരാൾ മരണത്തിലേക്ക് നടക്കുകയായിരിക്കും. അവരെ നോക്കി നാം ഒന്ന് പുഞ്ചിരിച്ചാൽ അവർ ഒരുപക്ഷെ ജീവനിലേക്ക് തിരികെ നടന്നു എന്ന് വരാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുഞ്ചിരി കാക്ഷിക്കുന്നവർ നമുക്ക് ചുറ്റും ഏറെയുണ്ട്. ചിലവില്ലാത്ത ഈ മഹാദാനം മറ്റുള്ളവർക്ക് ആവോളം നൽകുവാൻ നമുക്ക് ഇടയാവണം. നാം കണ്ടുമുട്ടുന്നവരോട് നന്നായി ഒന്ന് പുഞ്ചിരിക്കുവാൻ ഈ പകൽക്കാലം നമുക്ക് ഇടയാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്വന്തം ഈപ്പനച്ചൻ.